നമ്മൾ മദ്രസയിൽ കുട്ടീനെ ചേർക്കാൻ ചെന്നാലേ, സ്കൂളിൽ കുട്ടീനെ ചേർക്കാൻ ചെന്നാൽ പ്രിൻസിപ്പാള്, പ്രധാനാധ്യാപകൻ, സദറുസ്താദ്, ഹെഡ്മാഷ് ഒരു ഫോം തരും. ആ ഫോമിൽ ഏറ്റവും മേലുണ്ടാവും കുട്ടിയുടെ പേര്, അതിൻ്റെ അപ്പുറത്തുണ്ടാവും വയസ്സ്, അതിൻ്റെ താഴെ ഉണ്ടാവും വീട്ടുപേര്, അതിൻ്റെ താഴെ ഉണ്ടാവും വിലാസം, അതിൻ്റെ താഴെ ഉണ്ടാവും പിതാവിൻ്റെ പേര്, അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും രക്ഷിതാവിൻ്റെ പേര്. പിതാവായതുകൊണ്ട് രക്ഷിതാവാകൂല, ആവുമെങ്കിൽ 2 കോളം വേണ്ട. ഏത് ഫോമിലല്ലാത്ത ഏത് ഫോമിലും നോക്കിക്കോളി. സ്കൂളിൽ ചേർക്കാൻ ചെന്നാൽ, മദ്രസ ചേർക്കാൻ ചെന്നാൽ, കോളേജ് ചേർക്കാൻ ചെന്നാലുള്ള ഫോമിലുണ്ടാവും പിതാവിൻ്റെ പേര്, അതിൻ്റെ നേരെ അടിയിലുണ്ടാവും രക്ഷിതാവിൻ്റെ പേര്. പിതാവായാൽ പോരാ, രക്ഷിതാവാകണം. പിതാവാകൽ നല്ല രസമുള്ള പരിപാടിയാണ്. രക്ഷിതാവാകാൻ ഓർക്കണ്ട് ഒഴിച്ചേണ്ടി വരും, വെറുതെ നടക്കൂല. പിതാവാകൽ നല്ല രസമാണ്. മൂരിക്ക് വില കുറഞ്ഞ സമയം നോക്കുക. ഇപ്പോൾ കുറച്ച് വില കുറവാണ് ഇത്ര മൂരിക്ക്. എന്നിട്ട് വാങ്ങിയിട്ട് ചെറിയൊരു മയച്ചാറിലുണ്ടെങ്കിൽ ഉഷാറായി ബിരിയാണി വെച്ചിട്ട് പിതാവാകുക. എന്നിട്ട് ഫോമിൽ എഴുതുക പിതാവിൻ്റെ പേര്. 2ാമത്തെ കോളാണ്ട് എഴുതണമെങ്കിലേ കുറച്ചടങ്ങേറുണ്ടാവും. രക്ഷിതാവിൻ്റെ പേര് എന്നുള്ളിടത്ത് പേരണ്ട് എഴുതണമെങ്കിൽ അത് കുറച്ച് പണിയുള്ള കാര്യമാണ്. നല്ലോണം അധ്വാനം ഉണ്ടായിന്, അതന്നെ ഈ പറഞ്ഞ സംഗതി. അതുകൊണ്ട് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങൾ. അവനവൻ്റെ മക്കളെ നോക്കാൻ അവനാ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇതന്നെ സംഗതി. കുട്ടികളുടെ ഈമാൻ ശരിയാക്കി കൊടുക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസം ശരിയാക്കി കൊടുക്കണം, കുട്ടികളുടെ സ്വഭാവം ശരിയാക്കി കൊടുക്കണം. എങ്ങനെ സ്വഭാവം ശരിയാക്കൽ? മാതാപിതാക്കളുടെ സ്വഭാവം ശരിയാവുമ്പോൾ കുട്ടികളുടെ സ്വഭാവം ശരിയാവും. ഇതിപ്പോൾ വാപ്പയമ്മയും കുട്ടികളെ പഠിപ്പിച്ചിട്ടാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് കുറച്ച് ഗൗരവത്തിലാണ് പറഞ്ഞോളൂ. ദേഷ്യം പെടണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുക വാപ്പ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ചെയ്ത്താൻ കയറുകയാണെങ്കിൽ ആദ്യം ദേഷ്യത്തിൻ്റെ രൂപത്തിലാണ് കയറുക. അത് വാപ്പ പഠിപ്പിക്കുകയാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് കുറച്ച് ഉറക്കാൻ പറഞ്ഞോളൂ. അല്ലെങ്കിലോ കാണുന്ന നാട്ടുകാരെ മേക്കെട്ട് കയറിയിട്ട് അവസാനം അതെനിക്ക് പ്രഷർ കൂടിയതുകൊണ്ടായിരുന്നു. പ്രഷറിൻ്റെ ബുക്കുകൾ കുറേ ഞാൻ നോക്കിയിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ നോക്കി. പ്രഷർ കയറിയാൽ ആൾക്കാരെ പെരടിക്ക് കയറുമോയെന്ന് ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. അതിന് ഗുളികൻ കുടിച്ചാളി, ഒരു നേരം കൊണ്ട് ശരിയാണില്ലെങ്കിൽ 2 നേരം കുടിച്ചോളി. പ്രഷറിൻ്റെ പേരും പറഞ്ഞാണ്ട് ആൾക്കാരെ മേക്കെട്ട് കയറാൻ നിൽക്കണ്ട. ദേഷ്യം മക്കളെ പഠിപ്പിക്കാൻ പാടില്ല. ദേഷ്യം പൈശാചികമാണ്, പൈശാചികമായ സ്വഭാവമാണ്. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത്, ദേഷ്യം പഠിക്കുന്നത്. സ്വഭാവം കേടേറി എപ്പോഴും എവിടെ നിങ്ങൾ അദബ് പാലിച്ചില്ലെങ്കിലാണ്. അദബ് പാലിച്ചില്ലെങ്കിലും ശീലങ്ങൾ പാലിച്ചില്ലെങ്കിലും, അദബ് പാലിച്ചില്ലെങ്കിൽ ഇബാദത്തുകൾ കേടുവരും, ശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്വഭാവം കേടുവരും. അദബ് പാലിച്ചില്ലെങ്കിൽ റേഞ്ചിൽ നിന്ന് പോകണ്ടങ്ങൾ ഇല്ല. എന്നെ ഒപ്പം ഒന്ന് ചൊല്ലിക്കോളി. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ الشفيع الأبطحي والحبيب الأربي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة الشفيع الأبطحي والحبيب العربي. സ്വഭാവം ശരിയാക്കുക. എങ്ങനെ സ്വഭാവം ശരിയാക്കുക? വാപ്പാൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം ശരിയാകുമ്പോൾ തന്നെ നമുക്കൊരു 3 സെൻറ്റ് സ്ഥലവും അതിൽ ചെറിയൊരു പെരയെ കൂടി ആയി വന്നപ്പോഴേക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തറവാട്ടിലുള്ള ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും കുറ്റം പറഞ്ഞങ്ങാണ്ടിരുന്നാൽ അതേ കുട്ടികൾ പഠിക്കുള്ളൂ. കുട്ടികളുടെ സ്വഭാവം കേടെടുത്തുന്നത് വാപ്പിയും തന്നെയാണ്, ഉമ്മയും തന്നെയാണ്, വേറെ ആരുമല്ല. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉമ്മയാണ് എന്നാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ വാപ്പാൻ്റെ കീശേന്ന് 100 ഉറുപ്പിക എടുത്തു, അത് കുട്ടി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, ഉമ്മ
കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? ഉമ്മ നല്ല ശ്രദ്ധിക്കും കുട്ടികളെ. ഇതുവരെ കഴിച്ചിരുന്നവരൊക്കെ അതപ്പം നോക്കിക്കണം. അള്ളാഹു നമ്മളെ കുട്ടികളൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, അവരൊക്കെ മുത്തഖീങ്ങളാക്കട്ടെ, ദുനിയാവിൽ ആഖിറത്തിൽ നമുക്ക് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ. ആമീൻ. അപ്പം എന്താ പറഞ്ഞാൽ നിങ്ങൾ ഒരക്കാനല്ലോ ഒന്നുകൂടി ചൊല്ലിക്കാണി. അന്ത മുൻജീനാ ഗദൻ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. പാപ്പാൻ്റെ കീശയിൽ 100 ഉറുപ്പിക എടുത്തു. അത് കുട്ടി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, ഉമ്മ ഐസ്ക്രീം വാങ്ങാൻ 10 ഉറുപ്പിക വേണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു തരൂല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നാ അപ്പാൻ്റെ കീശേന്ന് പറഞ്ഞപ്പോൾ 10 ഉറുപ്പിക കൊടുത്ത് കൊണ്ടുപോയി തിന്നട ഐസ്ക്രീം പണ്ടാരളക്കാൻ പറഞ്ഞാണ് കൊടുത്തു. ഇതിൻ്റെ പേരാണ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞത്. ആരെ പഠിപ്പിച്ചത്? ഉമ്മ. 100 ഉറുപ്പിക എടുക്കേണ്ടി വരും കേട്ടോ, അല്ലാതെ എന്നെ പോലത്തെ ആൾക്കാരൊന്നും കിട്ടൂല, എടുക്കാതെ കൊടുക്കൂല. കാരണം കൊടുക്കുമ്പോൾ കൈ വറക്കും. ഇങ്ങോട്ട് മേടിക്കാൻ വളരെ ഉഷാറായിക്കാരം. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എൻ്റെ അടുത്ത് എടുത്തുവെച്ച് എന്തെങ്കിലും ഉണ്ടോ അത് നല്ല ഉഷാറായിക്കാരം, പക്ഷെ അങ്ങോട്ട് കൊടുക്കൂല. അപ്പോൾ അതുകൊണ്ട് എടുക്കേണ്ടി വരും. എടുത്താൽ എന്ത് വേണമെന്നറിയാം നിങ്ങൾ? പിറ്റേ ദിവസം രാവിലെ തുണിക്കുപ്പായൊക്കെ എടുത്ത് കുപ്പായൊക്കെ ഇട്ടുങ്ങാണ്ട് മൂപ്പര് പോണ നേരത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ പുതിയാപ്പണ്ണോട് പറയണം, നിങ്ങൾ പോവുക, ഞാൻ നിങ്ങളെ കീശയിൽ നിന്ന് ഇന്നലെ 100 ഉറുപ്പിക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുട്ടി കേൾക്കുമ്പോൾ മനസ്സിലായി കട്ടതല്ലല്ലേ, അങ്ങനെ ചെയ്യണം. അല്ലാതെ അല്ലെങ്കിൽ കുട്ടികൾക്ക് മോശമായത് പഠിക്കും. ഉമ്മയും ബാപ്പിയും തന്നെയാണ് മോശപ്പെട്ട സ്വഭാവം പഠിപ്പിക്കുന്നത്, വേറെ ആരുമല്ല. മാതാപിതാക്കളുടെ സ്വഭാവം എന്താണോ അതാണ് മക്കൾക്കുണ്ടാകുക. അൽ വലതു സിറു അബീഹി എന്നാണ്. മകൻ വാപ്പാൻ്റെ രഹസ്യമാകുന്നു എന്നാണ്. വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും. വാപ്പ സ്വകാര്യത്തിൽ ആരും കാണാതെ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും. കുറ്റിപ്പുറത്തിൻ്റെ അടുത്ത് ഒരു ഉമ്മമാരുടെ സംഗമത്തിന് പോയി ഞാൻ അടുത്തൊരു ദിവസം. അപ്പോൾ ഒരു ഓഡിറ്റോറിയം നിറയെ ഉമ്മമാരാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ സംഘാടകരോട് ചോദിച്ചു, എന്താ ഇപ്പം ഉമ്മാരെ മാത്രം ഇങ്ങനെ വിളിച്ചിട്ടുള്ള എന്താ സംഭവം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ LPയിൽ പഠിക്കുന്ന കുട്ടി വേണ്ടാത്ത ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം ഉമ്മാരൊന്ന് വിളിച്ചു കൂട്ടിയാണ്ടൊന്ന് പറഞ്ഞു കൊടുക്കാനാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാം നിങ്ങൾ? കുട്ടി ഉറങ്ങിയെന്ന് കരുതിയിട്ട് മൊബൈലുമ്പോൾ കളിച്ചത് കുട്ടി സ്ഥിരമായിട്ട് കാണലുണ്ട്. അതാണ് കുട്ടി ഉറങ്ങാൻ കടന്നു. വാപ്പ കുറച്ച് നേരം വൈകിയിട്ടാണ് വരിക. വാപ്പ കുറച്ച് നേരം വൈകിയിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, നമ്മളെ കുഞ്ഞുട്ടി ഉറങ്ങിയോ എന്ന് ചോദിക്കും. അപ്പം അമ്മ പറഞ്ഞു ഉറങ്ങിയെന്ന് പറയും. അങ്ങനെ അമ്മ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉറങ്ങിയ മാതിരി കിടക്കും. അത് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രമാണ്. പണ്ടിങ്ങനെ കുറേ ആൾക്കാർ ഒന്നിച്ച് മരിച്ചു തരേ ഒരു നാട്ടിൽ എന്തോ ഒരു അപകടം ഉണ്ടായിട്ട്. അപ്പം ഇങ്ങനെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആൾക്കാർ മൊത്തം മരിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ജീവൻ മുഴുവൻ പോകാത്ത ഒരാളുണ്ടായിരുന്നു. അയാളിങ്ങനെ തല പൊന്തിച്ചിട്ട്, കഥയിക്കാരട്ടോ അതൊന്നും ഉള്ളതായിക്കോളണമെന്നില്ല, അയാളിങ്ങനെ തല പൊന്തിച്ചിട്ട് പറഞ്ഞു തരാം, ഇല്ല ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ MBBS ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ തല പൊന്തിക്ക് കടക്കട എവിടെയെന്ന് പറഞ്ഞു എന്നാണ്. എന്ന മാതിരി ഇമ്മ ഉറങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടി ഉറങ്ങിയ മാതിരി ഇങ്ങനെ കിടക്കും. സംഗതി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം വിടണതിൻ്റെ ഒച്ചയിലും കേൾക്കൂലേ, അതന്നെ പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒട്ടും മനസ്സിലാകൂല്ല കേട്ടോ. അല്ല ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ പ്രശ്നം എന്ന്. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ അവർ എന്ത് ചെയ്യുന്നു എന്ന് കുട്ടികൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മാൻ്റെ ഇരുന്നും വാപ്പാൻ്റെ ഇരുന്നും അല്ലാതെ ഒരു കാര്യം പഠിക്കാനില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ അൽ ഉമ്മുഹിയ അൽ മദ്രസത്തുൽ ഊല എന്നാണ്. ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ. വാപ്പാൻ്റെ സ്വകാര്യത്തെയാണ് മകൻ പരസ്യമാക്കുന്നത്. ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ. അതുകൊണ്ട് വരും നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളെയാണ്. അതുകൊണ്ട് അവരെ നമ്മൾ നന്നായിട്ട് വളർത്തണം, നല്ലോണം ശ്രദ്ധിക്കണം, അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ഇമ്മാൻ്റെയും ബാപ്പാൻ്റെയും ദ്വാൻ്റെ അത്രേ മക്കൾക്ക് ഉപകാരം ചെയ്യുന്നൊരു ദ്വാ വേറെ ഇല്ല. മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് ദ്വാരുന്നാൽ മക്കൾക്കത് വലിയ ഗുണമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവർക്ക് ലഭിച്ചത് തൻ്റെ ഉമ്മയുടെ ദുആയായിരുന്നു എന്നാണ്. മൂപ്പര വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്, ഉമ്മ ദ്വാരുന്നു. ഉമ്മാൻ്റെ ദുആ കാരണം കിട്ടിയത്
10 ലക്ഷം ഹദീസുകൾ, 10 ലക്ഷമല്ല ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാൻ പഠിച്ചു. 4000 ഉസ്താദുമാരിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇൽമു പഠിച്ചിട്ടുണ്ട് എന്നാണ്. 4000 ഉസ്താദുമാർ. ഞമ്മക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരുണ്ടോ എന്നിട്ടല്ലേ? നമ്മൾ തമ്മ് തെറ്റിയാൽ 2 ചോദ്യം ചോദിക്കുക. ഒന്ന് ബുഖാരിയിലുണ്ടോ എന്നാ ചോദിക്കുക. ആൾക്കാർ തമ്മ് തെറ്റിയാൽ ചോദിക്കണ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ഒന്ന് ബുഖാരിയിലുണ്ടോ എന്നാണ് അതിലത്തെ ഒരു ചോദ്യം. ഈ ബുഖാരി എന്തുകൊണ്ടാണ് നമ്മൾ തമ്മ് തെറ്റുമ്പോൾ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം ഇമാം ബുഖാരി അത്രയും പ്രാധാന്യമറിയിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ആ ചോദിക്കണതിൻ്റെ കാരണം. അതുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 4000 ഉസ്താദുമാരുണ്ടായിരുന്നു. ഉമ്മാൻ്റെ ദുആയാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയാക്കിയതിന് ശേഷം മഹാനവറുകൾ അതിൻ്റെ പ്രകാശനത്തിന് വേണ്ടി മദീനയിലേക്ക് പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ വന്നിട്ട് ഇന്നണ്ട് വിളിക്കുമ്പോൾ ബുഖാരി ഏറ്റ് റൗദ ഷരീഫിന് കയറി ചെല്ലണം. അതാണ് പ്രകാശനമായി തീരുമാനിച്ചത്. അങ്ങനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്ന് റൗദയുടെ പുറത്തൊരു സ്ഥലത്ത് നിന്നു. പക്ഷേ നബി തങ്ങൾ വിളിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവസങ്ങളോളം നിന്നു. അവസാനം വിളിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയായി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഉറക്കത്തിൽ വന്നിട്ട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോന്നാളിയായിരുന്നു. അപ്പോൾ സഹീഹുൽ ബുഖാരി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് മഹാനവറുകൾ റൗദ ഷരീഫിലേക്കാണ് കയറിയതായിരുന്നു ബുഖാരിയുടെ പ്രകാശനം എന്ന് പറഞ്ഞത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അന്ന് നിന്ന സ്ഥലത്ത് സൗദി ഗവൺമെൻറ് പിൽക്കാലത്ത് ഒരു പള്ളി ഉണ്ടാക്കി. മസ്ജിദുൽ ബുഖാരി എന്ന പേരിൽ ആ പള്ളി അറിയപ്പെടുന്നു. എന്താ വിഷയം? ഉമ്മാൻ്റെ ദുആയാണ് അതിൻ്റെ പിന്നിൽ രഹസ്യം. അതുകൊണ്ട് ഉമ്മാര് വാപ്പാര് നല്ലോണം മനസ്സറിഞ്ഞ് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അടുത്ത തലമുറകൾക്ക് വേണ്ടി നമ്മൾ കാര്യമായി സൂക്ഷിച്ചു വെക്കുക. വളർന്നു വരുന്ന മക്കളെ അദബും ബഹുമാനവും മര്യാദയും നല്ല നല്ല ശീലങ്ങളും നമ്മൾ പഠിപ്പിക്കുക. ഓല് നല്ലവരാണ്, ഓല് മോശമൊന്നുമല്ല. കുട്ടികളൊക്കെ മോശമാണ്, ചെറുപ്പക്കാരൊക്കെ മോശമാണെന്ന് നമുക്ക് വെറുതെ തോന്നുക. റമദാൻ മാസം ആയാൽ അങ്ങാടിയിലെ പള്ളിയിൽ ഹൗദുക്ക് വെള്ളം അടിച്ചാലും തികയാത്തത് വയസ്സന്മാർ നിൽക്കരിച്ചിട്ടൊന്നുമല്ല, കുട്ടികൾ നിൽക്കരിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഓല് മോശക്കാരല്ല, അവർ നല്ലവരാണ്. അവരെ ഉൾക്കൊള്ളാനും വിഷയങ്ങളിലേക്കൊക്കെ കൂടുതൽ അടുപ്പിക്കാനും അങ്ങനെ വലുതാക്കി കൊണ്ടുവരാനും എല്ലാ നന്മകളിലും അവരെ പങ്കു ചേർക്കാനും നമുക്ക് കഴിയുകയാണ് വേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മളെയും നമ്മുടെ മക്കൾ, ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, വേഗം കൊടുന്നോളി. വയത് കയ്യിൽ നിങ്ങൾ അറിയില്ല, വേഗം പിരിച്ചോളി. എല്ലാവരും കായെടുത്ത് കൈ പിടിക്കും, പൈസ എടുത്ത് കൈ പിടിക്കി കൊടുക്കണം. ദ്വാരക്കാണ്ടി അമ്മക്ക് പിരിച്ചോളി. കായ് എല്ലാവരും എടുത്ത് കൈ പിടിക്കി, എന്നിട്ട് ചെല്ലിക്കോളി. തങ്ങളെ ദുആയുണ്ട്. പിന്നെ ചെറിയൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കായ കൊടുക്കിട്ടാ. ഇരുന്നൂറ് ഭക്ഷണ വിതരണം ഉണ്ട്. തങ്ങളെ ദുആ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ എന്നറിയിക്കുന്നു. എല്ലാവരും കാര്യമായിട്ട് ഇതിൻ്റെ ചെലവിലേക്ക് ഏത് കാലത്ത് നമ്മൾ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ ചിലവൊക്കെയുള്ളത് അവിടെ നിന്ന് ഉണ്ടാക്കലൊരു പതിവാണല്ലോ. അതിന് മൈക്കപ്പിരിവ് എന്നാണ് പറയുക. സംഗതി മൈക്കക്കാരന് മാത്രമുള്ളതല്ല. സാലിം വൈസിയും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചായക്കായി തരുമല്ലോ, അങ്ങനെയുള്ള അതിൻ്റെ ഒരു ക്രമം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഇട്ടാളി ആ ബക്കറ്റിൽ എന്ന്. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. മൈക്കൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിച്ചാണ്ട് ചെറിയ പൈസ ഇട്ടാണ്ട് സ്വീപ്പാക്കരുത്. കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ വേറെ അവിടെ പിരിവൊന്നും കാണാനില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടാവും. എന്നാലും കൂടിയിട്ട് അതെന്തായാലും കാര്യമായിട്ട് കൊടുക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അറിഞ്ഞോ അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു വിട്ടുവരുത്ത് മാഫാക്കി തരട്ടെ. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ആളുകൾ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിച്ചവർ, അള്ളാഹു അവർക്കൊക്കെ വലിയ കൂലി നൽകട്ടെ. ഭക്ഷണം നൽകിയവർക്ക് സ്വർഗീയമായ ഭക്ഷണം നൽകട്ടെ. ബക്കറ്റിലും അല്ലാതെയും സഹായിച്ച ആളുകളുടെ എല്ലാ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കട്ടെ. രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർക്കും നമുക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. സ്ത്രീകൾ ധാരാളം വന്നിട്ടുണ്ട്. അവരുടെ ഖൽബിൻ്റെ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കട്ടെ. വിധവകൾക്ക് സബർ നൽകട്ടെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകട്ടെ. കുട്ടികൾ ധാരാളമുള്ള സദസ്സാണ്. അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുആ കബൂൽ ചെയ്യട്ടെ.
ലൈറ്റും ശബ്ദവും പന്തലും എല്ലാം ഏർപ്പാട് ചെയ്തവർക്ക് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ക്യാമറയും മറ്റു സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകട്ടെ. ഈ സ്കൂൾ ഈ പരിപാടിക്ക് വേണ്ടി അനുവദിച്ചു തന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.